നമ്മൾ എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ നാട് എന്നർത്ഥം വരുന്ന തായ്ലൻഡിലാണ്. ടായ് എന്ന വാക്കിന് തായ് ഭാഷയിൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. പണ്ട് ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക നാമം സയാം എന്നായിരുന്നത്രേ. മലനിരകളും പീഠഭൂമിയും സമുദ്രനിരപ്പും ഒക്കെയുള്ള തായ്ലൻഡിൽ സഞ്ചാരികൾ പ്രധാനമായും എത്തുന്നത് ബാങ്കോക്ക്, പട്ടായ, ക്രാബി, ഫുക്കറ്റ് എന്നിവിടങ്ങളിലാണ്. യെസ്, വി ആർ ഇൻ ഫുക്കറ്റ്. മലകളുടെ മാണിക്യം എന്നാണ് ഫുക്കറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. നിരവധി ആശങ്കകളോടെയാണ് ഇവിടെ വന്നിറങ്ങിയത്. 34 സ്കാംസ് ഇൻ തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോകൾ കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ട ഒരല്പം പേടിയോടെയും വലിയ എക്സൈറ്റ്മെന്റോടും കൂടിയാണ് തായ്ലൻഡിലെത്തിയത്. തായ്ലൻഡിൽ വരുന്നവർക്ക് ഏറെ സഹായകരമാകാൻ പോകുന്ന ആപ്പാണ് ക്ലൂക്ക്. ഇതുവഴി നേരത്തെ തന്നെ 600 രൂപയ്ക്ക് തായ്ലൻഡിലെ DTAC എന്ന കമ്പനിയുടെ സിമ്മിന് അപ്ലൈ ചെയ്തിരുന്നു. ക്ലൂക്ക് എന്ന ആപ്പ് വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്പാണ്. നിരവധി ടൂറിസ്റ്റ് പാക്കേജസും മറ്റും ഇന്ത്യൻ റുപ്പിയിൽ പർച്ചേസ് ചെയ്യാൻ ഇതുവഴി ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ത്യയിൽ വെച്ച് തന്നെ തായ് കറൻസിയായ ബാത്ത് വാങ്ങിവെച്ചിരുന്നു. 2.65 ഇന്ത്യൻ രൂപയ്ക്കാണ് ഒരു ബാത്ത് ലഭിച്ചത്. അൽ ഹിന്ദ്, അക്ബർ എക്സ്ചേഞ്ച് തുടങ്ങിയവയൊക്കെ സമീപിച്ചെങ്കിലും ഓറിയന്റ് എക്സ്ചേഞ്ച് ആണ് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നൽകിയത്. ഞങ്ങൾക്ക് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും രാത്രി 2:30 ഫ്ലൈറ്റ്. തായ്ലൻഡിലെ സമയവും ഇന്ത്യൻ സമയവും തമ്മിൽ ഏകദേശം 1.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. തായ്ലൻഡിലെ സമയം ഏകദേശം 7:30 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തെ ദൃശ്യങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ട്രെയിലർ പോലെ ആ കാഴ്ചാവിസ്മയം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. തായ്ലൻഡിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വിസ ഫ്രീ ആയ സമയത്താണ് ഞങ്ങൾ എത്തിയത്. അതിനാൽ 3 പേർക്ക് ഏകദേശം 15,000 രൂപ സേവ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്നാൽ ഇന്ത്യയിൽ വെച്ച് യാത്ര ചെയ്യുന്നതിന്റെ കൃത്യം 3 ദിവസം മുൻപ് ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷം 4ാം ഗേറ്റിൽ ടാക്സി ഞങ്ങൾക്കായി കാത്തുനിന്നിരുന്നു. 22 കിലോമീറ്റർ ദൂരം ഏകദേശം 45 മിനിറ്റിൽ സഞ്ചരിച്ച് ഞങ്ങൾ റച്ചാദയിലെ മൂ എന്ന സ്ഥലത്തുള്ള പാഗോ ഡിസൈൻ ഹോട്ടലിലെത്തി. പാഗോ ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. മിസ് യൂണിവേഴ്സ് ഫുക്കറ്റ് മത്സരം ഇവിടെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല പെരുമാറ്റത്തോടെ സ്വാഗതം ചെയ്ത് ഏർലി ചെക്കിൻ നൽകി. ഏർലി ചെക്കിനും ലേറ്റ് ചെക്ക്ഔട്ടുമായി 3 ദിവസത്തെ ബുക്കിംഗ് ഞങ്ങൾക്ക് 5 ദിവസത്തെ അനുഭവങ്ങൾ നൽകി. ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ തായ്ലൻഡിൽ അടുത്തുള്ള വെജ് റെസ്റ്റോറൻറ്റ്സ് പരതാൻ ഹാപ്പി കൗ എന്ന ആപ്പ് ഞങ്ങളെ സഹായിച്ചു. 1.2 കിലോമീറ്റർ ദൂരത്തിലായതിനാൽ തന്നെ നടന്നാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. കാഴ്ചകൾ കണ്ടും വീഡിയോ പകർത്തിയും ചോദിച്ച് ഞങ്ങൾ എത്തി. സംഭവം മിഷൻ ആശുപത്രിയുടെ ക്യാൻറ്റീനാണ്, വിഗൻ ആണെന്നൊക്കെ ക്ലെയിം ചെയ്തിരുന്നാലും മുട്ടയുടെ ഉപയോഗവും ഓയിൽ, ഫ്ലേവേഴ്സ് ആൻഡ് സ്മെൽ അസഹ്യമായിരുന്നു. 5 ദിവസവും ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള ആശങ്ക ഞങ്ങളെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. പല വെറൈറ്റി ഡ്രിങ്ക്സ് അവിടെ ഉണ്ടായിരുന്നു. പച്ച നിറത്തിലുള്ള ഫാൻറ്റയുടെ ബോട്ടിൽ ട്രൈ ചെയ്തെങ്കിലും ചൂയിങ്കം മരച്ച് കലക്കിയ പോലൊരു ടേസ്റ്റ് ആയിരുന്നു. എന്തൊക്കെയോ കഴിച്ചൊപ്പിച്ച ഞങ്ങൾ നേരെ പത്തോങ് ബീച്ചിലേക്ക് വെച്ചുപിടിച്ചു. തായ്ലൻഡിലേക്ക് യാത്ര പോകുന്നവർക്ക് മസ്റ്റായും വേണ്ട ആപ്പാണ് ബോൾട്ട്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ഊബർ പോലെയാണ് ബോൾട്ട്. ബോൾട്ടിൽ ക്യാബ് എടുത്താണ് പത്തോങ്ങിലെത്തിയത്. ഏകദേശം 350 ബാത്താണ് ഇവിടെ ചാർജ് ആയത്. എപ്പോൾ ചെലവാക്കുമ്പോഴും ബാത്തിനെ ഇന്ത്യൻ റുപ്പിയാക്കി മാറ്റുമ്പോഴാണ് പ്രധാന ആശങ്കയുണ്ടായിരുന്നത്. പത്തോങ് എന്ന വാക്കിന്റെ അർത്ഥം ദ ഫോറസ്റ്റ് ഫിൽഡ് വിത്ത് ബനാന ലീവ്സ് എന്നാണ്. ഫുക്കറ്റിലെ പറുദീസയാണ് പത്തോങ്. വാട്ടർ സ്പോർട്സ്, ബീച്ച് ഗെയിംസ്, മുക്കിനുള്ള കനാബിസ് കടകൾ, മസാജ് പാർലർ, ഫുഡ് ഏരിയാസ്, സ്പാസ്, ടാറ്റൂസ്, നൈറ്റ് മാർക്കറ്റ്, ഇങ്ങനെ പത്തോങ്ങിലെ കാഴ്ചകൾ അവിസ്മരണീയമാണ്. മദാമ്മമാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു ബീച്ചിൽ. പണ്ടൊക്കെ കേരളത്തിലും ധാരാളം വിദേശികളെ കാണാമായിരുന്നു. ഇന്ന് വളരെയധികം കുറവ് ഇതിൽ വന്നിരിക്കുന്നു. ബിയറൊക്കെ അടിച്ച് ചില്ലായി വിദേശികൾ ബീച്ചിൽ വൈബ് അടിച്ച് സൺസെറ്റ് ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ബീച്ചിലെ പൂഴി നല്ല മൈന്യൂട്ടായിരുന്നു. സായിപ്പിന്റെ നിറത്തിനോട് അടുത്ത് വരുന്ന നിറത്തിൽ നല്ല സോഫ്റ്റ് പൂഴി. സൺസെറ്റിന് അവിടെ വന്ന ആകാശത്തെ വർണ്ണവിസ്മയങ്ങൾ വേറെ ലെവലായിരുന്നു. ഇമ്മക്കുട്ടിക്ക് വെള്ളം കണ്ടാ പ്രാന്താണ്. അവളുടേതായ കളികളും ആർക്കലും ഒക്കെയായി അവൾ പത്തോങ് ആസ്വദിച്ചു. ഒരു ചേട്ടൻ കൊടി ആഞ്ഞു വീശുന്നത് കാണായിരുന്നു. പത്തോങ്ങിലെ മദ്രാസി ദർബാർ ഹോട്ടൽ ഞങ്ങൾക്ക് നൽകിയ കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല. നല്ല ഒതന്റിക് ഇന്ത്യൻ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ നൈറ്റ് മാർക്കറ്റിലേക്ക് വെച്ചുപിടിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഓപ്പൺ ജിമ്മിന്റെ ഉത്ഭവം ഇവിടെയാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള മറ്റൊരു ഹൈലൈറ്റ് ആണ് തൊണ്ടോടെ ഐസ് ഇട്ട് സൂക്ഷിച്ച തായ് ഇളനീർ. ഇതിന് ഓൾറെഡി ഒരു ഫുക്കറ്റ് രുചി ഉണ്ടായിരുന്നു. നല്ല നീറ്റിൽ ആർട്ടിസ്റ്റിക്കായി കട്ട് ചെയ്ത് ഇളനീർ ഒരു പ്ലേറ്റിൽ അവർ സെർവ് ചെയ്തു. നൈറ്റ് വാസ് ലിറ്റ്. ഓപ്പണായി തുറന്നാണ് ഷവർമയൊക്കെ വിൽപ്പന നടത്തിയത്. എന്നാൽ പൊടിയില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഓഫ് സീസൺ ആയിട്ടും കൂടെ ഇവിടെ ഗംഭീര വൈബായിരുന്നു. വില അല്പം കൂടുതലാണെങ്കിലും നൈറ്റ് മാർക്കറ്റിലെ കാഴ്ചകൾ വേറെ ലെവലാണ്.
800 ബാത്തിന് കപ്പിൾ മസാജും ചെയ്ത് ഞങ്ങൾ ബോൾട്ടിൽ ക്യാബ് എടുത്ത് 350 ബാത്തിന് തിരിച്ച് ഹോട്ടലിലെത്തി. അപ്പൊ ശരി, കൂടുതൽ കഥകൾ നാളെ പറയാം.